കലിപ്പൻ IPS-ഉം തന്റെ ഡോക്ടറും. രചന നീലമിഴികൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ C ഊഞ്ഞേരി. കോഴിക്കോട് സിറ്റിയുടെ തെരുവുകളിൽ രാത്രികാലങ്ങളിൽ നടക്കുന്ന എന്താണെന്ന് സാധാരണക്കാർ അറിയാറില്ല. അവിടുത്തെ കുറ്റവാളികളുടെ സാമ്രാജ്യത്തെ വിറപ്പിക്കുന്ന ഒരേ ഒരു പേരായിരുന്നു ACP ഋഷിദേവ് IPS. 6 അടി 2 ഇഞ്ച് പൊക്കവും വ്യായാമം കൊണ്ട് ഉറച്ച ശരീരവും എപ്പോഴും കനത്തു നിൽക്കുന്ന പുരികക്കുടികളും. ഋഷിയെ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും വഴിയോര കച്ചവടക്കാർ വരെ ശബ്ദം താഴ്ത്തി മാത്രമേ സംസാരിക്കൂ. തന്റെ തൊഴിലിനോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന ഓഫീസറാണ് അവൻ. പക്ഷേ അല്പം പോലും ക്ഷമയില്ലാത്ത സ്വഭാവം. നിയമം കയ്യിലെടുക്കുന്ന ക്രിമിനലുകളോട് അവൻ ദയ കാണിക്കാറില്ല. സ്റ്റേഷനിലെത്തുന്ന ജൂനിയർ ഓഫീസർമാർക്ക് പോലും അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഭയമായിരുന്നു. ഋഷിയുടെ അലർച്ച കേട്ടാൽ സ്റ്റേഷനിലെ ഭിത്തികൾ പോലും വിറക്കുമെന്നാണ് സഹപ്രവർത്തകർ തമാശയായി പറയാറുള്ളത്. സ്വകാര്യ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ആരോടും അടുപ്പം കാണിക്കാത്ത ഒരു കഠിന ഹൃദയം. അന്ന് കോഴിക്കോട് സിറ്റിയിലെ മയക്കുമരുന്ന് മാഫിയെക്കുറിച്ചുള്ള രഹസ്യവിവരം ഋഷിദേവിന് ലഭിച്ചു. ബീച്ചിനോട് ചേർന്നുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഗോഡൌണിൽ വെച്ചാണ് സിറ്റിയിലെ ഏറ്റവും വലിയ ലഹരി മരുന്ന് കൈമാറ്റം നടക്കാൻ പോകുന്നത്. കൂടെയുള്ള ഓഫീസർമാർ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ച് കൂടുതൽ സേനയെ വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും സമയം വൈകുമെന്നതിനാൽ ഋഷി അത് നിരസിച്ചു. കൂടുതൽ പടയുമായിട്ട് പോയാ ആമാരും മണം പിടിച്ചറിഞ്ഞോടും. എനിക്ക് എന്റെ ടീമിലെ 4 പേര് മാത്രം മതി. ഋഷി ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. രാത്രി 11 മണി. മഴ ചാറുന്നുണ്ടായിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങി ഗൗഡന്റെ പുറകു വശത്തുകൂടി ഋഷിയും സംഘം അകത്ത് കിടന്നു. അവിടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വലിയ പെട്ടികളിലാക്കി മാറ്റുന്ന സംഘത്തെയാണ് അവർ കണ്ടത്. ഋഷി തന്നെ സർവീസ് റിവോൾവർ പുറത്തെടുത്തു. ആൻസം, ആരും ഇറങ്ങിപ്പോരുത്, പോലീസാണ്. ഋഷിയുടെ ഗർജനം ഗോഡൌണിൽ മുഴങ്ങി. പെട്ടെന്നുണ്ടായ അമ്പരപ്പിൽ നിന്ന് മാഫിയ സംഘം ഉണർന്നു. അവരുടെ തലവൻ തന്റെ കയ്യിൽ തോക്കെടുത്ത് വെടിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ച ഋഷി അവനെ നിലത്ത് തട്ടിയിട്ടു. അടുത്ത നിമിഷം അവിടെ വലിയൊരു കയ്യാങ്കളി നടന്നു. 10-12 വരുന്ന സായുധരായ ആക്രമികളെ ഋഷി അവന്റെ ചെറിയ സംഘവും നേരിട്ടു. എന്നാൽ ആ ഇരുട്ടിൽ ഗോഡൌണിന്റെ മുകൾ തട്ടിൽ ഒളിച്ചിരുന്ന ഒരു ആക്രമി ഋഷി ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പൈപ്പ് കമ്പിയെടുത്ത് അവനെ പുറകിൽ നിന്ന് ആക്രമിച്ചു. തലക്ക് ശക്തമായ അടിയേറ്റതോടെ ഋഷിയുടെ കാഴ്ച മങ്ങി. എങ്കിലും തളരാതെ അവൻ തിരിഞ്ഞു ആക്രമിയെ നിലംപരിച്ചാക്കി. പക്ഷേ അതിനിടയിൽ മറ്റൊരു ആക്രമി കത്തിയെടുത്ത് ഋഷിയുടെ വയറിന് താഴെ ആഴത്തിൽ കുത്തി. ചോര പ്രവഹിക്കാൻ തുടങ്ങി. കടുത്ത വേദനയിലും ഋഷി ആക്രമിയെ വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും കൂടുതൽ പോലീസ് ഫോഴ്സ് അവിടേക്ക് കുതിച്ചെത്തി. ആക്രമികളെ മുഴുവൻ വളഞ്ഞു പിടിച്ചു. സർ, സാറിന് കടുത്ത മുറിവുണ്ട്, ചോര നിൽക്കുന്നില്ല. കൂടെയുള്ള SI ഭയത്തോടെ അലറി. എനിക്കൊന്നുമില്ല, ആക്രമികളെ വണ്ടി കയറ്റ്, പല്ലി അടിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. പക്ഷേ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയത് കാരണം അവന്റെ കണ്ണുകൾ അന്ധകാരത്തിലേക്ക് നിലംപതിക്കാൻ തുടങ്ങി. ശക്തിയുള്ള ആ കലിപ്പൻ ഓഫീസർ ഒടുവിൽ നിലത്തേക്ക് തളർന്നു വീണു. തൊട്ടടുത്ത നിമിഷം ജീപ്പിന്റെ സൈറൺ മുഴക്കങ്ങൾക്കിടയിലൂടെ ചോരയിൽ കുളിച്ച അവസ്ഥയിൽ ഋഷിദേവിനെ സിറ്റിയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയായ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ നിമിഷം വരെ സിറ്റിയെ ഭരിച്ചിരുന്ന കലിപ്പൻ ഓഫീസറുടെ ജീവിതത്തിലേക്ക് അവന്റെ വിധിയെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ആ തന്റെ ഏടിയായ ഡോക്ടർ കടന്നു വരാൻ പോവുകയായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ പ്രധാന കവാടത്തിലേക്ക് പോലീസിന്റെ സൈറൺ മുഴക്കിക്കൊണ്ട് ജീപ്പുകൾ പാഞ്ഞെത്തി. കാഷ്വാലിറ്റിയുടെ മുന്നിൽ കാത്തിരുന്ന അറ്റൻഡർമാരും നഴ്സുമാരും ഭയത്തോടെയാണ് അങ്ങോട്ട് ഓടിയെത്തിയത്. ചോരയിൽ കുളിച്ച് ബോധം ഭാഗ്യമായി മാത്രം തെളിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന ഋഷിദേവിനെ 6 വേഗത്തിൽ സ്ട്രക്ചറിലേക്ക് മാറ്റി. ജീപ്പിൽ നിന്നിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് കടുത്ത പരിഭ്രാന്തിയായിരുന്നു. വഴിമാറ്, വേഗം സ്ഥലത്തിന് വിളിക്ക്, ഞങ്ങളുടെ ACP ചോര നിൽക്കുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന SI ഉച്ചത്തിൽ അലറുന്നുണ്ടായിരുന്നു. ആ സമയമാണ് അത്യാഹിത വിഭാഗത്തിന്റെ ഗ്ലാസ് ഡോർ തുറന്ന് ഡോക്ടർ നന്ദൻ അങ്ങോട്ട് നടന്നു വന്ന്. പച്ച സർജിക്കൽ ഗൗണും കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് അണിഞ്ഞവൾ ശാന്തമായി എന്നാൽ അതിവേഗത്തിൽ സ്ട്രെച്ചറിനടുത്തേക്ക് എത്തി. സിറ്റിയിലെ ഏറ്റവും കഴിവുറ്റ, അതേസമയം അല്പം പോലും ഭയമില്ലാത്ത തന്റെ ഇടയായ ചീഫ് സർജനാണ് നന്ദന. എത്ര വലിയ അത്യാഹിത ഘട്ടത്തിലും മനസാന്നിധ്യം കൈവിടാതിരിക്കുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ കരുത്ത്. എന്താ സംഭവിച്ചത്? രോഗിയുടെ അടുത്ത് നിന്നുകൊണ്ട് നന്ദന കടുപ്പത്തിൽ ചോദിച്ചു. മാഫിയ അറ്റാക്കൻ ഡോക്ടർ, വയറ്റിൽ ആഴത്തിൽ കുത്തേറ്റിട്ടുണ്ട്, തലക്കും ശക്തമായി അടിയിച്ചിട്ടുണ്ട്, രക്തം ഒരുപാട് വാർന്നുപോയി. ഒരു നഴ്സ് വേഗത്തിൽ അവളുടെ ഫയൽ നൽകിക്കൊണ്ട് പറഞ്ഞു. നന്ദന രോഗിയുടെ മുഖത്തേക്ക് നോക്കി. വിയർപ്പിലും രക്തത്തിലും കുളിച്ച ആ മുഖത്ത് കടുത്ത വേദനാജനകമായ ഭാവമുണ്ടായിരുന്നെങ്കിലും ആ ബോധാവസ്ഥയിൽ അവന്റെ പുരികങ്ങൾ കൂടിച്ചേർന്ന് വലിഞ്ഞു മുറുകിയിരുന്നു. ACP ഋഷിദേവ് IPS, സിറ്റിയിലെ പോലീസുകാർക്കിടയിലെ കലിപ്പൻ, കുറ്റവാളികളുടെ പേടി സ്വപ്നം. അവനെ കുറിച്ചുള്ള കഥകൾ നന്ദനയും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പരിക്കേറ്റതൊരു സാധാരണക്കാരനല്ല, പോലീസിൽ അതിശക്തനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞപ്പോഴും നന്ദനയുടെ മുഖത്ത് പ്രത്യേക ഭയമോ ബഹുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവളുടെ കണ്ണുകളിൽ നേരിയ അതൃപ്തിയാണ് നിഴലിച്ച്. കലിപ്പുന്ന ദേഷ്യം കൊണ്ട് ചുറ്റുമുള്ളവരെ വിറപ്പിച്ചെടുത്തുന്ന ഇത്തരം ആളുകളോട് നന്ദനയ്ക്ക് പണ്ടേ ഒരുവിധം വിയോജിപ്പായിരുന്നു. വേഗം ഓർണേറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യും, IV ലൈൻ കൊടുക്കും, ICUലേക്ക് മാറ്റാം, എമർജൻസി ഓപ്പറേഷൻ വേണം. നന്ദന നിർദ്ദേശങ്ങൾ നൽകി.
സ്ട്രക്ചർ തിയേറ്ററിലേക്ക് തള്ളിക്കൊണ്ടുപോകുമ്പോൾ കടുത്ത വേദനക്കിടയിലും ഋഷിദേവ് കണ്ണുകൾ പകുതി തുറന്നു. കാഴ്ച മങ്ങിയിരുന്നെങ്കിലും തന്റെ മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ നേർക്ക് അവൻ കൈ ഉയർത്താൻ ശ്രമിച്ചു. അവന്റെ വിരലുകൾ അവളുടെ സർജിക്കൽ ഗൗണിന്റെ കൈലഞ്ചിൽ മുറുകെ പിടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പല്ലിയടിച്ചുകൊണ്ട് പരിക്കുന്ന ശബ്ദത്തിൽ ഋഷി പ്രവൃത്തു. എന്നെ ഡിസ്ചാർജ്, ഞാൻ പോവും. നന്ദന അവന്റെ കൈമേലെ തട്ടിമാറ്റി അവന് ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മിസ്റ്റർ ഋഷിദേവ്, നിങ്ങൾ പുറത്തുപോലെ IPS ഓഫീസർ ആയിരിക്കാം. പക്ഷേ ഈ ആശുപത്രിയിൽ നിങ്ങൾ കിടക്കൽ വീണ രോഗി മാത്രമാണ്. എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ അറിയാം, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക. നന്ദനയുടെ ആ ഉറച്ച ശബ്ദവും പേടിയില്ലാത്ത കണ്ണുകളും ഋഷി അല്പവും ഒന്ന് അത്ഭുതപ്പെടുത്തി. അവന്റെ കഠിനമായ മനസ്സിൽ ആദ്യമായ ഒരു ചെറിയ ആഘാതമേറ്റു. എപ്പോഴും മറ്റുള്ളവരെ ഭയപ്പെടുത്തി ശീലിച്ച അവന് മുമ്പിൽ തന്റെ കണ്ണിൽ നോക്കി ഇത്രയും ഉറപ്പിൽ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. രക്തസമ്മർദ്ദം താഴേക്ക് പതിച്ചതോടെ ഋഷിയുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. ബോധമറിയുന്നതിന് തൊട്ടു മുമ്പ് അവന്റെ മനസ്സിൽ പതിഞ്ഞത് നന്ദനയുടെ ദൃഢമായ മുഖമായിരുന്നു. സർജറി തിയേറ്റർ റെഡിയാക്കൂ, പെട്ടെന്ന്. നന്ദനയുടെ നിർദ്ദേശം കേട്ടതും നഴ്സുമാർ OTയിലേക്ക് പാഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ പുറത്ത് പരിഭ്രാന്തിയോടെ നടക്കുമ്പോൾ നന്ദന ശാന്തതയോടെ സർജിക്കൽ ഗ്ലൗസുകൾ അണിഞ്ഞു. അത് കേവലം ഒരു ശസ്ത്രക്രിയ ആയിരുന്നില്ല, ഒരേ സമയം മരണത്തോടും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ആ കലിപ്പൻ ഓഫീസറുടെ അഹങ്കാരത്തോടുമുള്ള നന്ദനയുടെ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നത്. ശസ്ത്രക്രിയാമുറിയുടെ മുന്നിലെ ചുവന്ന ലൈറ്റ് അണഞ്ഞപ്പോൾ പുറത്ത് കാത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് കുതിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കവാടം തുറന്ന് ഡോക്ടർ നന്ദന പുറത്തേക്ക് വന്നു. ആളുടെ മുഖത്ത് കടുത്ത ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും കണ്ണുകളിൽ ഒരു വിജയച്ചിരി ഉണ്ടായിരുന്നു. സർജറി വിജയകരമായിരുന്നു. വയറ്റിലെ മുറിവ് ആഴത്തിലുള്ളതായിരുന്നെങ്കിലും പ്രധാന അവയവങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എങ്കിലും അടുത്ത 48 hours വളരെ നിർണായകമാണ്. നിലവിൽ പേഷ്യന്റ് ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്ദന പോലീസുകാരോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ സൂര്യരശ്മികൾ ICUയിലെ ഗ്ലാസ് ജാലകത്തിലൂടെ ഉള്ളിലേക്ക് അരിച്ചെത്തി. മരുന്നുകളുടെ രൂക്ഷഗന്ധമുള്ള ആ മുറിയിൽ വെന്റിലേറ്റർ മോണിറ്ററിന്റെ കൃത്യമായ ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. പതുക്കെ കൺപോളകൾ വിടർത്തി ഋഷിദേവ് ചുറ്റും നോക്കി. ശരീരമാസകലം കടുത്ത വേദനയും തളർച്ചയും തളച്ചിട്ടിരിക്കുകയായിരുന്നു. കൈകളിൽ കുത്തിവെച്ചിരിക്കുന്ന IV ട്യൂബുകളും നെഞ്ചിലെ മോണിറ്റർ പാച്ചുകളും കണ്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിലെ കലിപ്പ് ഇരട്ടിച്ചു കയറി. താനൊരു ആശുപത്രി മുന്നിൽ കിടപ്പിലാണെന്ന ചിന്ത തന്നെ അവന്റെ അഹങ്കാരത്തിനും ആത്മാഭിമാനത്തിനും ഏൽപ്പിച്ച ആഘാതം ചെറുതായിരുന്നില്ല. പെട്ടെന്ന് കൈകളിൽ ഉറപ്പിച്ച ട്യൂബുകൾ ബലമായി വലിച്ചൂരാൻ ശ്രമിച്ചു. എന്താ ഈ കാണിക്കുന്നത്? അനങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ? വാതിലിനടുത്ത് നിന്ന് കടുപ്പമേറിയ ഒരു ശബ്ദം കേട്ട് ഋഷി തലതിരിച്ച് നോക്കി. വെളുത്ത കോട്ട് ധരിച്ച് കയ്യിൽ മെഡിക്കൽ ഫയലുമായി ഡോക്ടർ നന്ദന അവന്റെ അരികിലേക്ക് നടന്നു വരികയായിരുന്നു. ആളുടെ കണ്ണുകളിൽ കടുത്ത ദേഷ്യവും എന്നാൽ അതിലേറെ ഗൗരവവും നിറഞ്ഞു നിന്നു. ഋഷി പല്ലിയടിച്ചുകൊണ്ട് പരിക്കൻ ശബ്ദത്തിൽ അലറി. ഡോക്ടർ, എനിക്ക് നിങ്ങളുടെ ഈ നാടകമൊന്നും ആവശ്യമില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കിടക്കേണ്ടവനല്ല. ഡിസ്ചാർജ് ചെയ്താ ഞാൻ ഇറങ്ങിപ്പോവാ. തന്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ സിറ്റിയിലെ വൻ തോക്കുകൾ പോലും വിറച്ചു നിൽക്കുന്ന കണ്ട് ശീലിച്ച ഋഷിദേവന് ഈ പെൺകുട്ടി തന്നോട് ഇത്രയും അധികാരത്തോടെ സംസാരിക്കുന്നത് സഹിക്കാനായില്ല. അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാവത് ശ്രമിച്ചു. എന്നാൽ വയറ്റിലെ കടുത്ത കുത്തുവേദന കാരണം അവൻ വീണ്ടും പിന്നോട്ട് അമർന്നു. നന്ദന ഒട്ടും കുലുങ്ങാതെ അവന് തൊട്ടടുത്ത് വന്ന കൈകൾ കൂട്ടിപ്പിടിച്ച് ഉറച്ചു നിന്നു. ആളുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. സർ, രോഗിയുടെ പദവിയോ ഓഫീസർ പദവിയൊന്നും ഈ മെഡിക്കൽ ചാർട്ടിൽ എഴുതി വെച്ചിട്ടില്ല. ഇവിടെ രോഗി ഡോക്ടറുടെ വാക്ക് കേൾക്കണം, അല്ലാതെ ഡോക്ടർ രോഗിയുടെ വാക്കിയിട്ട് തുള്ളുകയല്ല വേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് 3 ലിറ്ററിലധികം ചോര വാർന്നു പോയതാ. ഞാൻ വിചാരിച്ചുകൊണ്ട് മാത്രം നിങ്ങളിപ്പോൾ ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ട് വെറുതെ അനാവശ്യമായ വീരവാദം പറയരുത്. നന്ദനയുടെ ഓരോ വാക്കും ഒരു വെടിയുണ്ട പോലെ ഋഷിയുടെ മുന്നിൽ പതിച്ചു. നിങ്ങളെന്നെ പഠിപ്പിക്കാൻ വരണ്ട ഡോക്ടർ. ഋഷിയുടെ കണ്ണുകൾ തീപ്പാറി. എൻ്റെ ശരീരത്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പോലീസുകാരൻ്റെ ആജ്ഞാപിക്കുന്ന രീതി മാത്രമേ ശീലമുള്ളൂ. കേട്ടു നിൽക്കുന്ന ശീലമില്ല. നന്ദന തമാശകളെന്നൊരു പുഞ്ചിരിയോടെ തണുപ്പമട്ടിൽ മറുപടി നൽകി. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കമ്മീഷണറോ ACP ഒക്കെ ആയിരിക്കാം, പക്ഷേ ഇതെൻ്റെ ടെറിട്ടറിയാണ്. ഇവിടെ എനിക്ക് ചോദിക്കുന്നതിനും പറയുന്നതിനും ഒരേ ഒരു അധികാരമേ ഉള്ളൂ. തടസ്സങ്ങൾ പറയുന്ന ഞാൻ ഇഞ്ചക്ഷൻ കൂട്ടേണ്ടി വരും. പിന്നെ സ്വയം എഴുന്നേൽക്കാൻ പോലും പറ്റാത്തത്ര ഉറക്കത്തിലാവും. ഋഷിദേവ് അത്ഭുതത്തോടെ അവളെ നോക്കി. തന്റെ വലിപ്പമോ ദേഷ്യമോ ഒട്ടും ഗൗനിക്കാതെ തന്നോട് നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുന്ന ഈ പെൺകുട്ടിയുടെ ആത്മവിശ്വാസം അവന്റെ ഉള്ളിൽ ചെറുതല്ലാത്ത ചലനങ്ങൾ ഉണ്ടാക്കി. ഒരു പോലീസുകാരനായി തന്നോട് ഇതുവരെ ആരും ഇത്രയും ഭയമില്ലാതെ സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ പേര്? ഋഷി ദേഷ്യത്തോടെ പല്ലിയടിച്ച് ചോദിച്ചു. ഡോക്ടർ നന്ദന. ഇനി മുതൽ നിങ്ങളുടെ ജീവന്റെയും മെഡിക്കൽ റിപ്പോർട്ടിന്റെയും പൂർണ്ണ നിയന്ത്രണം എന്റെ കയ്യിലാണ്. നന്ദന അവന്റെ ഫയൽ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരുടെ ഈഗോയും അഹങ്കാരവും ആ കൊച്ചുമുള്ളിൽ ശക്തിയായി കൂട്ടിയിടിച്ചു. ശത്രുതയുടെ ഈഗോയുടെ ആ കനൽക്കാറ്റ് അവിടെ പടരുകയായിരുന്നു. ICUവിൽ നിന്നുള്ള നിരീക്ഷണ കാലാവധി കഴിഞ്ഞ് ഋഷിദേവിനെ സ്പെഷ്യൽ റൂമിലേക്ക് മാറ്റി. ശരീരത്തിലെ മുറിവുകളുടെ വേദനയേക്കാൾ ഋഷി അലവസരപ്പെടുത്തിയത് ദിവസങ്ങളായി തുടരുന്ന ആ നിശ്ചലതയായിരുന്നു.
തനിക്ക് ചുറ്റി എപ്പോഴും നടക്കേണ്ട കേസ് അന്വേഷണങ്ങളും കൺട്രോൾ റൂമിലെ സന്ദേശങ്ങളില്ലാതെ കിടക്കയിൽ ചുരുണ്ടുകൂടുന്നവന് ചിന്തിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അതിനെല്ലാം ഉപരി ദിവസവും കൃത്യസമയത്ത് തന്നെ മുറിയിലേക്ക് കടന്നു വന്ന് ഭരിക്കാൻ നോക്കുന്ന ആ പെൺകുട്ടി ഡോക്ടർ നന്ദന. അന്ന് രാവിലെ കനത്ത കാപ്പി കുടിക്കണമെന്ന ആഗ്രഹത്തോടെ ഋഷി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. വയറ്റിലെ തുന്നലുകളിൽ കടുത്ത വേദന അനുഭവപ്പെട്ടെങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. ട്രിപ്പ് സ്റ്റാൻഡും പിടിച്ച് നടക്കാൻ ശ്രമിച്ചു. മുറിയുടെ വാതിൽ തുറന്ന് നന്ദന അകത്തേക്ക് കയറി വന്ന് ഒരുമിച്ചായിരുന്നു. കയ്യിലെ റൗണ്ട്സ് ഫയൽ മേശപ്പുറത്തേക്ക് വെച്ച് കടുത്ത ദേഷ്യത്തോടെ അവൾ അവനടുത്തേക്ക് പാഞ്ഞെത്തി. നിങ്ങളോട് എത്ര വട്ടം പറയണം സാർ, എഴുന്നേറ്റ് നടക്കരുതെന്ന്. നിങ്ങളുടെ തുന്നലുകൾ പൊട്ടിയ വീണ്ടും സർജറി ചെയ്യേണ്ടി വരും. എന്തൊരു പിടിവാശിയായത്. നന്ദന അവന്റെ കയ്യിൽ പിടിച്ച് വീണ്ടും കട്ടിലേക്ക് ഇരുത്താൻ നോക്കി. എന്റെ കൈ തൊടരുത് ഡോക്ടർ. ഋഷിദേവ് അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അലറി. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഒരു ഡോക്ടറുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവനല്ല ഋഷിദേവ്. എനിക്ക് ഈ റൂമിൽ അടച്ചിരിക്കുന്നു മടുത്തു. ഉടൻ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പേപ്പറുകൾ റെഡിയാക്കുക. നന്ദനൊട്ടും പിന്നോട്ട് പോയില്ല. ആൾ തന്റെ കൈകൾ കെട്ടി ഋഷിയുടെ നേരെ തിരിഞ്ഞ് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എത്ര കടുത്ത ദേശീയക്കാരനായ IPS ഓഫീസറാണെങ്കിലും ഈ 4 ചുമരുകൾക്കുള്ളിൽ നിങ്ങളുടെ ഓഫീസർ പദവിക്ക് ഒരു വിലയുമില്ല. എന്റെ അനുവാദമില്ലാതെ ഈ മുറിയുടെ വാതിൽ പോലും നിങ്ങൾ കടക്കില്ല. പോലീസുകാർക്ക് തോക്ക് ഉപയോഗിച്ച് വിരട്ടാൻ അറിയാമെങ്കിൽ എനിക്ക് ഈ ഇഞ്ചക്ഷൻ നീഡിൽ ഉപയോഗിച്ച് അടക്കി നിർത്താനും അറിയാം. നന്ദനയുടെ സ്വരത്തിൽ ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കെന്നെ പേടിയില്ലേ? ഋഷി ശബ്ദം താഴ്ത്തി കടുത്ത ഗൗരവത്തോടെ ചോദിച്ചു. എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? ജീവരക്ഷിക്കാൻ നിൽക്കുന്ന ഡോക്ടർക്ക് മുമ്പിൽ ഏത് വലിയ ആളും കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. നന്ദന ശാന്തയായി പറഞ്ഞു. നിങ്ങൾ ഈ കലിപ്പുലർച്ചയും കണ്ട പേടിക്കുന്നവരല്ല എൻ്റെ കൂട്ടത്തിലുള്ളത്. മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിലേ ഞാൻ കൂടുതൽ ശക്തിയുള്ള സഡേഷൻ ഇഞ്ചക്ഷൻ തരും. പിന്നെ ദിവസം മുഴുവൻ ഉറങ്ങേണ്ടി വരും. ഋഷി പല്ലിയടിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ ചൂണ്ടി. ഡോക്ടർ നന്ദന, നിങ്ങൾ അതിരിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്യുന്നത് സർ. നന്ദന വളരെ ലളിതമായി മറുപടി നൽകി. ആൾ പതുക്കെ അവനടുത്തേക്ക് നീ അവൻ്റെ മുറി വീണ്ടും പരിശോധിച്ചു. പുറമേ എത്ര ദേഷ്യപ്പെട്ടാലും നന്ദനയുടെ വിരലുകളിലെ പരിചരണം തികച്ചും സൗമ്യമായിരുന്നു. മുറി മാറുമ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത വേദന ഉറക്കാൻ അവൾ അതീവ ശ്രദ്ധയോടെ ഡ്രസ്സിംഗ് മാറ്റി നൽകി. അവളുടെ ആത്മാർത്ഥതയും ശ്രദ്ധയും ഋഷി നേരിട്ടറിഞ്ഞു. അവൻ പുറമേ ദേഷ്യം നടിച്ചെങ്കിലും ഉള്ളിൽ ആ പെൺകുട്ടിയോടൊരു പ്രത്യേക ബഹുമാനം തോന്നാൻ തുടങ്ങിയിരുന്നു. മരുന്ന് കഴിക്കേണ്ട സമയമായി. നന്ദൻ ഒരു ചെറിയ ട്രെയിൽ മരുന്നുകളും ഒരു ഗ്ലാസ് വെള്ളവുമായി അവന്റെ മുന്നിലേക്ക് നീട്ടി. എനിക്ക് ഈ ഗുളികളൊന്നും വേണ്ട, കയ്പാ. ഋഷി മുഖം തിരിച്ചു. ദേ, 5 വയസ്സുള്ള കുട്ടികളെ പോലെ വാശി പിടിക്കരുത് കേട്ടോ, നന്ദന് ചെറുചിരിയോടെ പറഞ്ഞു. ആൾ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ചോക്ലേറ്റ് പുറത്തെടുത്ത് ടേബിളിൽ വെച്ചു. ദാ, മരുന്ന് കുടിച്ച ശേഷം ഇത് കഴിച്ചോളൂ. ഇനി ഇതിന് വഴക്കിടാൻ നിൽക്കണ്ട. ഋഷി ആ ചോക്ലേറ്റിലേക്കും പിന്നീട് നന്ദനയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. തന്റെ വലിപ്പത്തെയും ഗൗരവത്തെയും തെല്ലും കൂട്ടാക്കാതെ ഒരേ സമയം ദേഷ്യപ്പെടുകയും അതേസമയം ഒരു കുഞ്ഞിനെ എന്ന പോലെ കരുതലോടെ പരിചരിക്കുകയും ചെയ്യുന്ന ഈ പെൺകുട്ടി അവന് പുതിയൊരു അനുഭവമായിരുന്നു. എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട, അവൻ ഗൗരവത്തിൽ പറഞ്ഞുവെങ്കിലും നന്ദന മുറിയിൽ നിന്നിറങ്ങിയതിനു ശേഷം അവൻ പതുക്കെ ആ ചോക്ലേറ്റ് കവർ തുറന്ന് വായിലേക്ക് ഇട്ടു. ആ മധുരത്തിനൊപ്പം അവന്റെ ഉള്ളിൽ കടുപ്പമേറിയ കലിപ്പൻ ഭാഗങ്ങൾ പതുക്കെ അലിയാൻ തുടങ്ങിയായിരുന്നു. ആശുപത്രി മുറിയിലെ ഓരോ ദിവസവും ഋഷിദേവന് തന്റെ ക്ഷമയുടെ അതിരുകൾ അളക്കുന്നതായിരുന്നു. ശരീരത്തിലെ പരിക്കുകൾ പതുക്കെ ഉണങ്ങാൻ തുടങ്ങിയിരുന്നെങ്കിലും മാനസികമായി താൻ തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത അവന്റെ കലിപ്പിരട്ടിപ്പിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും കമ്മീഷണറും ഋഷിയെ സന്ദർശിക്കാനെത്തിയിരുന്നു. സിറ്റിയിലെ പുതിയ കേസിന്റെ പുരോഗതിയെക്കുറിച്ചും മാഫിയ സംഘത്തിലെ ബാക്കിയുള്ളവരെ പിടികൂടുന്നതിനെ കുറിച്ചും അവർ സംസാരിച്ചു. 6 മടങ്ങിയ ഉടൻ തന്നെ ഋഷിയുടെ ഉള്ളിലെ ഓഫീസർ വീണ്ടും ഉണർന്നു. തനിക്ക് ഉടൻ സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്നും ഗോഡൌൺ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവൻ ഉറപ്പിച്ചു. നന്ദന വൈകുന്നേരത്തെ പരിശോധനയ്ക്കായി മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഋഷി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ സിവിൽ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വയറ്റിലെ തുന്നലുകളിൽ വലിപ്പമുണ്ടായിട്ടും അവൻ വേദന സഹിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് ഋഷിദേവ്? നന്ദന വാതിൽ തന്നെ തറഞ്ഞുകൊണ്ട് ഉറക്കെ ചോദിച്ചു. ഋഷി തിരിഞ്ഞു നാളെ രൂക്ഷമായി നോക്കി. ഞാൻ പോകുന്നു ഡോക്ടർ, എനിക്കിനിവിടെ വെറുതെ കിടക്കാൻ സമയമില്ല. സിറ്റിയിൽ എൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. എനിക്ക് ഡിസ്ചാർജ് തന്നാലും ഇല്ലെങ്കിലും ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. അവന്റെ ശബ്ദത്തിൽ കടുത്ത പോലീസുകാരന്റെ ആജ്ഞാപിക്കുന്ന മട്ടായിരുന്നു. സാധാരണയായി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ ശബ്ദത്തിലും വലിപ്പത്തിലും ഭയന്ന് പിൻവാങ്ങുമായിരുന്നു. എന്നാൽ നന്ദൻ ഒട്ടും പതരാതെ അവനടുത്തേക്ക് നീങ്ങി നിന്നു. ഇത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അല്ല ഋഷിദേവ്. എന്റെ അനുവാദം നിങ്ങൾ ഒരു അടിപോലും മുന്നോട്ട് വെക്കില്ല, നന്ദന ദൃഢതയോടെ പറഞ്ഞു. നിങ്ങൾ എന്നെ തടയുമെന്നോ? ഋഷി അഹങ്കാരത്തോടെ ചോദിച്ചു. ഒരു ACPയുടെ വഴി തടയാൻ ഒരു ഡോക്ടർക്ക് എന്താണ് അധികാരം? നന്ദൻ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി. ആളുടെ മുഖത്ത് ദേഷ്യത്തോടൊപ്പം ഒരു പ്രത്യേക ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു. കേട്ടോ മിസ്റ്റർ ഋഷിദേവ് IPS, നിങ്ങൾ എത്ര വലിയ പോലീസുകാരനായിക്കോട്ടെ, ഈ ആശുപത്രിയിൽ നിങ്ങൾ എൻ്റെ രോഗി മാത്രമാണ്. രക്തത്തിൽ കുളിച്ച് മരിക്കാറായ അവസ്ഥയിൽ നിങ്ങളുടെ കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ IPS പതിയോ തോക്കൊന്നും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല. ഈ കൈകൾ കൊണ്ടാ ഞാൻ നിങ്ങളുടെ ജീവൻ തിരികെ പിടിച്ചെടുത്ത്.
അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ ഇപ്പൊ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. നന്ദനയുടെ ആ വാക്കുകൾ മുറിയിൽ മാറ്റുകളി കൊണ്ടു ഋഷിദേവ് സ്തംഭിച്ചു പോയി. അവന്റെ ദേഷ്യത്തിന് മുമ്പിൽ തോൽക്കാതെ തന്റെ കണ്ണുകളിൽ നോക്കി ഇത്രയും ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ച മറ്റൊരു വ്യക്തിയും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ തുന്നലുകൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. ഈ അവസ്ഥയിൽ പുറത്തുപോയാൽ വീണ്ടും ഇൻഫെക്ഷനോ ബ്ലീഡിങ്ങോ ഉണ്ടാവും. അതിന് ഞാൻ അനുവദിക്കില്ല. ഞാൻ എഴുതി ഒപ്പിടാതെ ഈ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി പോലും നിങ്ങളെ പുറത്തുവിടില്ല. ഡോക്ടറുടെ മുമ്പിൽ ഈ കലിപ്പോ അഹങ്കാരൊക്കെ ഇറക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ലതാ. നന്ദന ഒട്ടും പിന്നോക്കം പോവാതെ പറഞ്ഞു. ഋഷി അവളിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു. പുറമേ ഭയങ്കര ശാന്തമായി തോന്നുമെങ്കിലും ഉള്ളിൽ അഗ്നി പടർത്തുന്ന ഈ പെൺകുട്ടിയുടെ തന്റെ ഇടം അവന് വീണ്ടും അത്ഭുതപ്പെടുത്തി. അവളുടെ കണ്ണുകളിലെ തീവ്രതയും തന്നോടുള്ള ആത്മാർത്ഥമായ കരുതലും അവന്റെ മനസ്സിലെ കഠിനമായ അഹങ്കാരത്തിന്റെ ചുമരുകളെ പതുക്കെ തകർക്കാൻ തുടങ്ങിയായിരുന്നു. നിങ്ങൾക്കെന്നെ തടയാൻ കഴിയില്ല ഡോക്ടർ. ഋഷിയുടെ സ്വരത്തിൽ മുമ്പത്തേക്കാൾ കടുപ്പം കുറഞ്ഞിരുന്നു. കഴിയും, കാരണം നിങ്ങളുടെ ജീവന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പൊ എനിക്കാണ്. നന്ദന അവരോട് കുറച്ചുകൂടി അടുത്തുനിന്ന് ശാന്തമായി പറഞ്ഞു. ഇപ്പൊ മര്യാദ ബെഡിൽ പോയി കിടക്ക്. ഞാൻ തരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. നിങ്ങൾ എപ്പോൾ ഡിസ്ചാർജ് ആണോ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നിങ്ങളുടെ കലിപ്പല്ല. ഋഷിയൊടുവിലൊന്നും പറയാനാവാതെ നന്ദനയുടെ കണ്ണുകൾ ഉറപ്പിന് മുമ്പിൽ തലകുനിച്ചു. അവൻ പതുക്കെ കട്ടിലേക്ക് തിരികെ പോയിരുന്നു. നന്ദനവന് കുടിക്കാനുള്ള വെള്ളവും അടുത്ത ഡോസ് മരുന്നുകൾ എടുത്ത് നൽകി. അവൾ ടേബിളിൽ വെച്ച ചെറിയ ചോക്ലേറ്റിലേക്ക് ഋഷി തവണ ദേഷ്യത്തോടെ നോക്കിയില്ല. പകരം അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ പുറകിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. ആദ്യമായി ഒരു പോലീസുകാരന്റെ ആജ്ഞ ലംഘിക്കപ്പെട്ടപ്പോൾ അവൻ ദേഷ്യപ്പെട്ടില്ല. മറിച്ച് അവളുടെ ആ ഉറച്ച നിലപാടിനോടും കരുതലുള്ള സ്നേഹത്തോട് അവന്റെ ഉള്ളിൽ അറിയാതൊരു പ്രണയം മുളവിട്ടുകയായിരുന്നു. അന്ന് രാത്രി ആശുപത്രി മുറിയിൽ തികഞ്ഞ നിശബ്ദതയായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കോഴിക്കോട് സിറ്റിയുടെ തിളങ്ങുന്ന തെരുവിളക്കൾ കാണാമായിരുന്നു. പതിവില്ലാതെ ഋഷിദേവന്റെ മനസ്സ് ശാന്തമായിരുന്നു. ഇത്രയും കാലം തന്റെ ചുറ്റും അവൻ കെട്ടിപ്പടുത്ത കഠിനമായ അഹങ്കാരത്തിന്റെയും ഗൗരവത്തിന്റെയും മതിലുകൾ പതുക്കെ തകരുന്ന പോലെ അവന് തോന്നി. വർഷങ്ങളായി താൻ രോഗികളെ പോലെ ശുശ്രൂഷിക്കപ്പെടാനോ മറ്റൊരാളുടെ കരുതൽ അനുഭവിക്കാനോ തയ്യാറായിരുന്നില്ല. എപ്പോഴും പോരാട്ടങ്ങളും കുറ്റവാളികളെ പിടിക്കാനുള്ള നെട്ടോട്ടങ്ങളുമായിരുന്നു അവന്റെ ലോകം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പെൺകുട്ടി തനിക്ക് ചുറ്റും നടക്കുന്നു. താൻ എത്ര അലറിയാലും ദേഷ്യപ്പെട്ടാലും ഒട്ടും ഭയക്കാതെ തനിക്ക് വേണ്ടി ഉറക്കം വിളിച്ച് പരിചരിക്കുന്ന ഡോക്ടർ നന്ദന. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ പതുക്കെ തുറന്ന് കയ്യിലെ ഒരു ചെറിയ ഫ്ലാഷ് ലൈറ്റും മെഡിക്കൽ റിപ്പോർട്ടുമായി നന്ദന അകത്തേക്ക് കടന്നു വന്നു. ഋഷി ഉറങ്ങിയാണെന്ന് വിചാരിച്ചാണ് ആൾ പതുക്കെ നടന്നത്. എന്നാൽ ബെഡിൽ ചാരിയിരുന്ന് തന്നെ നോക്കുന്ന ഋഷിയെ കണ്ടതും ആളും നിന്നു. ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം ഒരുപാട് വൈകി. നന്ദന സ്വരം താഴ്ത്തി ചോദിച്ചു. ഉറക്കം വരുന്നില്ല ഡോക്ടർ. ഋഷി വളരെ ശാന്തമായി മറുപടി നൽകി. അവന്റെ ശബ്ദത്തിലെ കടുപ്പവും ഗൗരവവും മാറിയിരുന്ന് നന്ദനയെ അല്പം അത്ഭുതപ്പെടുത്തി. അവൾ അടുത്തേക്ക് വന്ന് അവന്റെ പൾസും ബിപിയും പരിശോധിച്ചു. അവന്റെ കയ്യിൽ നന്ദനയുടെ വിരലുകൾ തൊട്ടപ്പോൾ രണ്ടുപേരുടെയും ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. നന്ദന അതിവേഗം തന്റെ വിരലുകൾ തിരികെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഋഷി അവളെ തന്നെ നോയിക്കൊണ്ടിരുന്നു. എന്താ അങ്ങനെ നോക്കുന്നത്? വീണ്ടും എന്തെങ്കിലും വഴക്കിടാൻ ബാക്കിയുണ്ടോ? നന്ദന മുഖത്തൽപ്പം കള്ളക്കലിപ്പൊരുത്തി ചോദിച്ചു. ഇല്ല. ഋഷി ചെറുതായി പുഞ്ചിരിച്ചു. അവൻ പുഞ്ചിരിക്കുന്ന നന്ദന ആദ്യമായി കാണുകയായിരുന്നു. ആ ചിരി അവന്റെ കഠിനമായ മുഖത്തിന് വേറൊരു ഭംഗി നൽകിയിരുന്നു. എനിക്കൊരു കാര്യം അറിയണം. ലോകം മുഴുവൻ എന്നെ ഭയത്തോടെ മാത്രം നോക്കുമ്പോൾ, പോലീസുകാർ പോലും എൻ്റെ മുമ്പിൽ വരക്കുമ്പോൾ, നിങ്ങൾക്ക് മാത്രം എന്നെ ഭയമില്ലാത്ത എന്താ? എൻ്റെ കണ്ണിൽ നോക്കി ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റി? നന്ദന അവന്റെ ചോദ്യം കേട്ട് നിമിഷനേരം മൗനമായി നിന്നു. അതിനുശേഷം ആൾ അവന്റെ കട്ടിലിനരികളുടെ കസേരയിലേക്ക് ഇരുന്നു. ഭയം എന്നത് മറ്റുള്ളവരുടെ അധികാരത്തോടോ ശക്തിയോടോ തോന്നാണ് ഋഷിദേവ്. പക്ഷെ ഒരു ഡോക്ടർ മുമ്പിൽ എത്തുമ്പോൾ ആ ശക്തിക്കൊക്കെ എന്ത് വിലയാണുള്ളത്? നന്ദന സൗമ്യമായി പറഞ്ഞു. നിങ്ങളുടെ ഓഫീസർ പദവി നിയമത്തിന് മുമ്പിലാണ് വേണ്ടത്. പക്ഷേ ഈ മുറിയിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. രോഗിയോട് ഭയം കാണിച്ചാൽ പരിചരിക്കാൻ കഴിയില്ല. അതിന് കരുതലാണ് വേണ്ടത്. ഋഷി ഒന്നും മിണ്ടാതെ അവൾ പറയുന്നത് കേട്ടിരുന്നു. പിന്നെ നിങ്ങളുടെ ആ കലിപ്പം ദേഷ്യമൊക്കെ ഒരു അടവല്ലേ? നന്ദന അവർ നോക്കി കണ്ണിറുക്കി. പുറമേ എത്ര കഠിനനാണെന്ന് കാണിച്ചാലും ഉള്ളിൽ ആരോട് അടുക്കാതിരിക്കാൻ നിങ്ങൾ കെട്ടിപ്പടുത്ത ഒരു സംരക്ഷണ കവചായി ദേഷ്യം. അതെനിക്ക് മനസ്സിലാവും. നന്ദനയുടെ വാക്കുകൾ ഋഷിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. തന്റെ ഉള്ളിൽ ആരും കാണാത്ത സത്യം ഇത്രയും എളുപ്പത്തിൽ വായിച്ചെടുത്ത ആ പെൺകുട്ടിയോട് അവന് കടുത്ത ബഹുമാനം തോന്നി. ഡോക്ടർ നന്ദന, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ തൻ്റെടിയാണ് നിങ്ങൾ, ഋഷി പതുക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ എന്നെ ചീഫ് സർജനായിട്ട് നിയമിച്ചിരിക്കുന്നത്. ആൾ തമാശയോടെ മറുപടി നൽകി. എനിക്ക് കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട. ഈ ടാബ്ലറ്റ് കുടിച്ച് ഉറങ്ങാൻ നോക്കൂ. നാളെ രാവിലെ എനിക്ക് ഡ്രസ്സിങ് മാറ്റാനുള്ള. നന്ദന ടേബിളിലേക്ക് ഒരു ഗുളികയും വെള്ളം എടുത്തു വെച്ചു. കൂടെ പതിവ് പോലെ ഒരു ചെറിയ ചോക്ലേറ്റും. ഇതൊന്നും ഇനിയോട് വെക്കേണ്ട ആവശ്യമില്ല, ഋഷി ആ ചോക്ലേറ്റിലേക്ക് നോക്കി പറഞ്ഞു. എന്തി ഇത്ര വലിയ IPS ഓഫീസർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പേടിയാണോ? നന്ദന കളിയായിക്കൊണ്ട് ചോദിച്ചു. അതല്ല, എനിക്കിപ്പോൾ ഇതിന്റെ മധുരത്തിനേക്കാൾ കൂടുതൽ ശീലമായിരിക്കുന്നത് നിങ്ങളുടെ ഈ സംസാരം. ഋഷി തികച്ചും ഗൗരവത്തോടെ എന്നാൽ പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെ പറഞ്ഞു.
ഋഷിയുടെ ആ പെട്ടെന്നുള്ള മറുപടി കേട്ട് നന്ദനയുടെ നെഞ്ച് പടപടാ മിടിച്ചു. ആളുടെ മുഖത്ത് ചെറിയൊരു ചുവപ്പ് വിടർന്നു. ആൾ പെട്ടെന്ന് തന്നെ കയ്യിലെ ഫയലുകളെടുത്ത് തിരിഞ്ഞടന്നു. മര്യാദക്ക് ഉറങ്ങാൻ നോക്ക് സാറേ, വാതിലിനടുത്തെത്തി അവൾ കലിപ്പ് നടിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദന മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ആളുടെ മനസ്സിൽ ഋഷിയുടെ ആ വാക്കും അവന്റെ മാറിയ കണ്ണുകളും വലിയൊരു അലയൊലി സൃഷ്ടിച്ചിരുന്നു. മുറിക്കുള്ളിൽ ടേബിളിൽ നിന്ന് ചോക്ലേറ്റ് കവർ തുറന്ന് കഴിക്കുമ്പോൾ ഋഷിദേവിന്റെ ചുണ്ടിലും ആരും കാണാത്തൊരു പ്രണയപൂതിരി കത്തിപ്പടരുകയായിരുന്നു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. ഋഷിദേവിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി പ്രകടമായിരുന്നു. എങ്കിലും നന്ദനയുടെ മേൽനോട്ടത്തിൽ അവൻ പൂർണ്ണമായ വിശ്രമത്തിലായിരുന്നു. അവരുടെ കണ്ണുമുട്ടലുകൾ എപ്പോഴും ശാന്തമായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള വഴക്കുകളും കളിയാക്കലുകളും അവരുടെ ദിനചര്യയുടെ ഭാഗമായി മാറിയിരുന്നു. ആ കൊച്ചു വഴക്കുകൾക്ക് പിന്നിൽ രണ്ടുപേരും അറിയാതെ വളരുന്നൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. രാവിലെ 9 മണി. നന്ദന റൗണ്ട്സിന്റെ ഭാഗമായി ഋഷിയുടെ മുറിയിലേക്ക് വന്നു. ഋഷി അവിടെ ബെഡിൽ നിന്നുകൊണ്ട് ലാപ്ടോപ്പിൽ എന്തോ സീരിയസ് ആയിട്ട് ചെയ്യുകയായിരുന്നു. അവന്റെ ചുണ്ടിൽ നിന്ന് പുകയിരുന്നതും നന്ദനയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ആൾ വേഗത്തിൽ മുന്നോട്ട് നടന്ന് ഋഷിയുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് ബലമായി പിടിച്ചെടുത്ത് അടുത്തുള്ള ആസ്ട്രയിലേക്ക് ഇട്ടണച്ചു. വാർ ദ ഹെൽത്ത് ഡോക്ടർ? ഋഷി ദേഷ്യത്തോടെ എഴുന്നേറ്റു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വന്ന് സാധനങ്ങൾ പിടിച്ചെടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞ്? ഇത് നിങ്ങളുടെ വീടുള്ള ഋഷിദേവ്. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. ഇവിടെ പുകവലിക്ക് നിരോധിച്ചുള്ള കാര്യമാണ്. നന്ദന ഒട്ടും വഴങ്ങാതെ ഉറക്കെ പറഞ്ഞു. വയറ്റിൽ ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞിട്ട് തുന്നലുകൾ പോലും പൂർണ്ണമായിട്ട് ഉണങ്ങുന്നതിന് മുമ്പാ ഈ സാഹസം. നിങ്ങൾക്ക് ജീവന് യാതൊരു വിലയില്ലേ? എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനറിയാം. ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞാൻ മരിച്ചു പോയില്ല, ഋഷി പല്ലടിച്ച് പറഞ്ഞു. മരിക്കാൻ വേണ്ടി ആരും ഇത്രയും കഷ്ടപ്പെട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നന്ദന കൈകൾ കിട്ടി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്റെ കഠിനാധ്വാനം കൊണ്ടാ നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വാർഡിൽ എന്റെ റൂൾസ് മാത്രം. നിങ്ങളുടെ ഈ അഹങ്കാര എനിക്ക് സഹിക്കാൻ പറ്റാത്ത, ഋഷി ദേഷ്യത്തോടെ അലറി. നിങ്ങളുടെ ഈ അനാവശ്യ കരിപ്പാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. നന്ദന തിരികെ അതേ ശബ്ദത്തിൽ മറുപടി നൽകി. രണ്ടുപേരും നിമിഷങ്ങളോളം മൗനമായി പരസ്പരമുള്ള കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ ദേഷ്യത്തിനിടയിലും അവരുടെ ഉള്ളിൽ തെളിഞ്ഞെന്ന് വികാരപരമായൊരു കനലായിരുന്നു. ഋഷിയുടെ കടുപ്പമേറിയ മുഖത്തെ ഭാവങ്ങൾ പതുക്കെ അയഞ്ഞു. നന്ദനയുടെ ഭയമില്ലാത്ത കണ്ണുകളിലാ തിളക്കം അവന് തടുക്കാനാവാത്ത സൗന്ദര്യമായി തോന്നി. നിങ്ങളെപ്പോലൊരു തൻ്റെടിയായ പെൺകുട്ടിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല, ഋഷി ശബ്ദം കുറച്ച് പതുക്കെ പറഞ്ഞു. നിങ്ങളെപ്പോലെ ഇത്രയും പിടിവാശിക്കാരനായ ഒരു രോഗിയെ ഞാനും കണ്ടിട്ടില്ല, നന്ദന തണുപ്പമട്ടിൽ മറുപടി നൽകി. ആൾ ടേബിളിലേക്ക് നടന്ന് പോക്കറ്റിൽ നിന്ന് 3 ചെറിയ ചോക്ലേറ്റുകൾ എടുത്ത് അവിടെ വെച്ചു. മരുന്ന് പിടിച്ചു കഴിഞ്ഞത് കഴിച്ചോളൂ. ഇനി ഇതിന്റെ പേരിൽ എൻ്റെ അടുത്ത് കലിപ്പണിക്കാൻ വേണ്ട. ഋഷി ആ ചോക്ലേറ്റിലേക്ക് നോക്കി ഒരു ചെറുചിരിയോടെ ചോദിച്ചു. എന്തിനാ ദിവസം എനിക്ക് ഈ ചോക്ലേറ്റ് ഇരുന്ന്? എനിക്ക് മധുരം വലിയ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലേ? അറിയാം. നന്ദന തിരിഞ്ഞെന്ന് പുഞ്ചരിച്ചു. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ രൂക്ഷമായ കയ്പ് മാറാൻ അല്പം മധുരം അത്യാവശ്യമാണ്. അതുകൊണ്ടാ എൻ്റെ കയ്പ് മാറ്റാൻ ഈ ചോക്ലേറ്റിന് കഴിയില്ല ഡോക്ടർ. ഋഷി അവളോട് കുറച്ചുകൂടി അടുത്തുന്നു. അതിന് നിങ്ങളുടെ ഈ സാന്നിധ്യം തന്നെ വേണം. ഋഷിയുടെ ആ പെട്ടെന്നുള്ള വാക്കുകൾ കേട്ട് നന്ദന അമ്പരന്ന് പോയി. അവന്റെ വാക്കുകൾ നിളിച്ച തീവ്രമായ പ്രണയം അവളെ നിശബ്ദയാക്കി. കാർഗശ്യക്കാരനായ IPS ഓഫീസറുടെ വികാരങ്ങൾ ഇത്രയും പെട്ടെന്ന് എനിക്കുമ്പിൽ മാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ അനാവശ്യം പറയരുത്, നന്ദന മുഖത്തെ ഭാഗങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സത്യമാണ് പറഞ്ഞത്, ഋഷി ശാന്തമായി പറഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് കടുത്ത ദേഷ്യമായിരുന്നു. എപ്പോഴും എന്നെ ഭരിക്കാൻ വരുന്ന ഒരു പെൺകുട്ടി. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ മുറിയുടെ വാതിൽ തുറന്നു വരുന്ന കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. നന്ദനയുടെ നെഞ്ചിരിപ്പ് വേഗത്തിലായി. അവൾ പെട്ടെന്ന് തന്നെ കയ്യിലെ ഡ്രസ്സിംഗ് കിറ്റ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അതൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ കട മാത്രമാണ് ചെയ്യുന്നത്. ആൾ വേഗത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. എങ്കിലും മുറിയുടെ വാതിലടക്കുമ്പോൾ ആളുടെ ചുണ്ടിൽ പടർന്ന നേരിയ പുഞ്ചിരിയും കവിളിലെ ചുവപ്പും ഋഷി വ്യക്തമായി കണ്ടിരുന്നു. രണ്ടുപേരുടെ ഈഗോകൾ പതുക്കെ വഴിമാറുകയും പരസ്പരമുള്ള ശത്രുത മനോഹരമായ ഒരു ആകർഷണമായി മാറുകയും ചെയ്യുന്ന നിമിഷങ്ങളായിരുന്നു അത്. ദിവസങ്ങൾ കഴിയും തോറും ഋഷിദേവിന്റെ ആരോഗ്യനില വളരെ വേഗത്തിൽ തൃപ്തികരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ അതിനൊപ്പം തന്നെ അവരുടെ ഉള്ളിലെ ബന്ധത്തിന്റെ ആഴവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യ ദിവസങ്ങളിൽ രണ്ടുപേരുടെ ഇടയിൽ കത്തിപ്പടർന്ന അതേ കലിപ്പും ദേഷ്യവും പിന്നീട് ശാന്തമായ പരസ്പരമുള്ള കരുതലായും പിന്നീട് പ്രണയത്തിന്റെ തീവ്രമായ തരംഗങ്ങളായും മാറുകയാണ് ഉണ്ടായത്. അന്ന് കോഴിക്കോട് സിറ്റിയിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു. ആശുപത്രി മുറിയുടെ ജനൽ ചില്ലുകളിൽ മഴത്തുള്ളിൽ ശക്തിയായി വന്ന് പതിച്ചു. രാത്രി സമയേറെ വൈകിയിരുന്നു. സമയം പുലർച്ചെ 2 മണിയോട് അടുക്കുന്നു. റൂമിലെ ലൈറ്റുകൾ അണച്ച് ഒരൊറ്റ നൈറ്റ് ലാമ്പിന്റെ വെളിച്ചത്തിൽ ഋഷിദേവ് ഉറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മനസ്സിന്റെ അസ്വസ്ഥ കാരണം അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് തികച്ചും നിശബ്ദമായി മുറിയുടെ വാതിൽ തുറന്ന് ഡോക്ടർ നന്ദൻ അകത്തേക്ക് കടന്നു വന്ന്. അന്നേ ദിവസം കാഷ്വാലിറ്റിയിൽ തുടർച്ചയായ 3 എമർജൻസി സർജറികൾ ഉണ്ടായിരുന്നതിനാൽ ആൾക്ക് അടുത്ത ക്ഷീണത്തിലായിരുന്നു. എങ്കിലും വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഋഷി ഒരു നോക്ക് കാണാതെ ആൾക്ക് പോവാൻ കഴിഞ്ഞില്ല.
ഋഷി കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. അവൻ ഉറങ്ങിയെന്ന് എഴുതിയ നന്ദന ശബ്ദമുണ്ടാക്കാതെ അവന്റെ കട്ടിലിനടുത്തുള്ള കസേരയിലേക്ക് പതുക്കെയിരുന്നു. ആൾ അവന്റെ വലിപ്പമുള്ള മുഖത്തേക്ക്, ആ കടുപ്പമേറിയ പുരികങ്ങളിലേക്ക്, പരുക്കൻ ഭാവങ്ങളിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആളുടെ കണ്ണുകളിൽ കടുത്ത ക്ഷീണവും തളർച്ചയും ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഡ്യൂട്ടി നോക്കിയതിന്റെ പാടുകൾ ആ കൺതടങ്ങളിൽ തെളിഞ്ഞു നിന്നിരുന്നു. മെല്ലെ എഴുന്നേറ്റ് അവൾ ഋഷിയുടെ പുതപ്പ് കുറച്ചുകൂടി മുകളിലേക്ക് ഏറ്റിയിട്ടു. അവന്റെ നെറ്റിയിൽ കൈവച്ച് പനിയിൽ നിന്ന് ഉറപ്പുവരുത്തി. തനിക്ക് വേണ്ടി, തന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ദിവസങ്ങളായി ഉറക്കി വിളിച്ച് കഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയുടെ ആത്മാർത്ഥത ഋഷി അറിയുന്നുണ്ടായിരുന്നു. ഋഷി പതുക്കെ കണ്ണുകൾ തുറന്നു. പെട്ടെന്ന് അവനുണ്ടെന്ന് കണ്ട് നന്ദന ഞെട്ടിയൊന്ന് പിന്നോട്ട് മാറി. അയ്യോ, ഞാൻ ഉണർത്തിയാണോ? സോറി, പനിയുണ്ടോ നോക്കാൻ വന്നതാ. ഋഷി ഒന്നും സംസാരിച്ചില്ല. അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കിയിരുന്നു. അവനോടെ ക്ഷീണിച്ച മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവന് മുമ്പിൽ എപ്പോഴും ഒരു സിംഹത്തെ പോലെ ഗർജിച്ചിരുന്ന, ഒരു ഭയവുമില്ലാതെ സംസാരിച്ചിരുന്ന ആ പെൺകുട്ടി ഇപ്പോൾ കടുത്ത തളർച്ചയോടെ നിലത്ത് നിൽക്കുന്നു. ഋഷിയുടെ ഉള്ളിൽ ആ പഴയ കലിപ്പൻ ഓഫീസറുടെ വികാരങ്ങളെല്ലാം ആ നിമിഷത്തിൽ അലിഞ്ഞില്ലാതെയായി. അവൻ പതുക്കെ കൈ നീട്ടി നന്ദനയുടെ വലതു കൈയിൽ മെല്ലെ തൊട്ടു. അവന്റെ ആ ചൂടുള്ള സ്പർശനം നന്ദനയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. അവൾ ഞെട്ടി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഋഷിയുടെ വിരലുകൾ അവളുടെ കയ്യിലേക്ക് മുറുകി. നന്ദന, എന്തിനാ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? ഋഷി ആദ്യമായി അവളുടെ പേര് വിളിച്ച് ചോദിച്ചു. അവന്റെ സ്വരം തികച്ചും മൃദുവും പ്രണയാർത്ഥവുമായിരുന്നു. അതെന്റെ ഡ്യൂട്ടിയാ, നന്ദന വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. കൈ പിൻവലിക്കാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും ഋഷിയുടെ ആ സ്പർശനത്തിന്റെ ശക്തി അവൾക്ക് അതിന് അനുവാദം നൽകിയില്ല. വെറും ഒരു ഡ്യൂട്ടി മാത്രമാണോ ഇത്? ഋഷി അവളോട് കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയിരുന്നു. നിന്റെ കണ്ണുകളിൽ കാണുന്ന ഈ കരുതലും എന്നെ വഴക്ക് പറയുമ്പോഴുള്ള ആ തൻ്റെ ഇടവും കേവലം ഒരു രോഗിയുള്ള കടമ മാത്രമാണോ? നന്ദന തന്റെ കണ്ണുകൾ താഴേക്ക് താഴ്ത്തി. ആളുടെ നെഞ്ചിരിപ്പ് ആശുപത്രി മുറിയിലെ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. എപ്പോഴും ഉറച്ച നിലപാടുകൾ മാത്രം സംസാരിച്ചിരുന്ന ആ ഡോക്ടർക്ക് ഇപ്പോൾ വാക്കുകൾ കിട്ടാതെ വന്നു. എനിക്ക് ഉത്തരം വേണം നന്ദന. ഋഷി അവളുടെ താടിയിൽ വിരൽ വെച്ച് തനിക്ക് നേരെ ഉയർത്തി. മറ്റുള്ളവരുടെ മുമ്പിൽ കമ്മീഷണറും ACP ഒക്കെ ആയ ഞാൻ നിന്റെ മുമ്പിൽ മാത്രം തോറ്റിരുന്ന എന്തിനാണെന്നറിയോ? നന്ദന ചോദ്യഭാഗത്തിൽ അവനെ നോക്കി. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഞാൻ എന്നെ പൂർണ്ണമായി കണ്ടു. നിന്റെ ഈ ദേഷ്യവും തൻ്റെ ഇടവാ എന്നെ നിന്റെ അരികിലേക്ക് അടുപ്പിച്ചത്. ഋഷി അവളുടെ വിരലുകളിലേക്ക് തന്റെ വിരലുകൾ കോർത്തി പിടിച്ചു. ആ വാക്കുകളിലെ തീവ്രത നന്ദനയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഋഷിദേവ് എന്ന കലിപ്പൻ ഓഫീസർ തനിക്ക് മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ തന്റെ സ്നേഹത്തിനായി കീഴടങ്ങിയിരിക്കുന്നു എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. ഇനിമേൽ നിങ്ങളുടെ ഈ കലിപ്പേ പോലീസുകാരോട് കാണിച്ചാൽ മതി, നന്ദന ചെറിയൊരു നാണത്തോടെ എന്നാൽ പ്രണയം തുളുമ്പുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്റെ മുന്നിൽ ഈ വഴക്ക് നടക്കില്ല. അതിനി ഞാൻ ശ്രമിക്കില്ല ഡോക്ടർ, ഋഷി ചെറു ചിരിയോടെ പറഞ്ഞു. ആ രാത്രിയിലെ മഴയുടെ താളത്തിൽ മരുന്നുകളുടെ ഗന്ധമുള്ള ആ ചെറിയ റൂമിൽ രണ്ടുപേരുടെയും ഹൃദയമിടിപ്പുകൾ ഒന്നായി മാറുകയായിരുന്നു. അഹങ്കാരത്തിന്റെയും ഈഗോയുടെയും അതിർവരമ്പുകൾ മാഞ്ഞുപോയി. പ്രണയത്തിന്റെ അതിതീവ്രമായ വികാരങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചു. ആ രാത്രിയിലെ പ്രണയാർദ്രമായ നിമിഷങ്ങൾക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ആശുപത്രി മുന്നിൽ ഒരു പുതിയ വെളിച്ചം പരന്നിരുന്നു. ഋഷിദേവന് മുഖത്തുണ്ടായിരുന്ന കഠിനമായ ഗൗരവം അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ ആ മാറ്റം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഡോക്ടർ നന്ദനയായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ മുതൽ ആളുടെ മനസ്സിലൊരു തരം വിറയിലും വെപ്രാളവും നിറഞ്ഞിരുന്നു. മെഡിക്കൽ ചാർട്ടുകളുമായി നന്ദന ഋഷിയുടെ റൂമിന്റെ വാതിലിനടുത്തെത്തി. വാതിലിൽ പതുക്കെ തുറക്കുമ്പോൾ ആളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അകത്ത് ഋഷി കട്ടിൽ നിന്ന് പോലീസിലെ പുതിയ റിപ്പോർട്ടുകൾ വായിക്കുകയായിരുന്നു. നന്ദന കടന്നു വന്നു അവൻ ഫയൽ താഴെ വെച്ച് അവളെ തന്നെ നോക്കി. അവന്റെ കണ്ണുകളിൽ ആഘാതമായ നോട്ടം താങ്ങാനാവാതെ നന്ദന വേഗത്തിൽ തലതാഴ്ത്തി. എപ്പോഴും കലിപ്പോ അഹങ്കാരമായി നടന്നിരുന്ന തന്റെ ഇടിയായ ഡോക്ടർ ഇപ്പോൾ തന്റെ മുമ്പിൽ നാണത്തോടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഋഷിയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ഡോക്ടർ നന്ദന, ഡ്യൂട്ടി തുടങ്ങിയോ? ഋഷി തന്നെ പരിക്കൻ ശബ്ദത്തിൽ എന്നാൽ സ്നേഹം നിറച്ച് ചോദിച്ചു. ഓവ്, രോഗിയുടെ അവസ്ഥ പരിശോധിക്കാൻ വന്നാ? നന്ദന ഔദ്യോഗിക ഭാഗം നടിക്കാൻ ആവുന്ന ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനടുത്തേക്ക് നീങ്ങി നിന്നു. പൾസ് ചെക്ക് ചെയ്യാനായി കൈ നീട്ടി. എന്നാൽ നന്ദനയുടെ വിരലുകൾ തന്റെ കയ്യിൽ തൊട്ട് അടുത്ത നിമിഷം ഋഷി അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്താണ് ഇത് ചെയ്യുന്നത്? നേഴ്സുമാരും കാണും, കൈവിട്. നന്ദന പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. ആര് കണ്ടാലും എനിക്കൊന്നുമില്ല, ഋഷി ഒട്ടും കുലുങ്ങാതെ പറഞ്ഞു. അവൻ അവളെയും തന്നിലേക്ക് അടുപ്പിച്ചു. ഇന്നലെ രാത്രി ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. എന്തിനാണ് നന്ദന എനിക്ക് വേണ്ടി ഇത്രയും കരുതലോടെ ഓടി നടക്കുന്നത്? നന്ദന തന്റെ മുഖം വശത്തേക്ക് തിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ആ സർജൻ എന്ന നിലയിലുള്ള എൻ്റെ ഉത്തരവാദിത്തം. ഒരു രോഗിയുടെ എനിക്ക് പ്രത്യേക മമതയില്ല. വെറുതെ കള്ളം പറയരുത്. ഋഷി അവളുടെ താടിൽ തൊട്ട് തനിക്ക് നേരെ വീണ്ടും ഉയർത്തി. അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തറഞ്ഞു നിന്നു. നിന്റെ ഈ നോട്ടത്തിൽ
ഈ കണ്ണുകളിലെ തിളക്കത്തിലുള്ളത് വെറുമൊരു ഡോക്ടറുടെ ഡ്യൂട്ടിയല്ല. എൻ്റെ കണ്ണിൽ നോക്കി സത്യം പറ. നന്ദനയുടെ ശ്വാസം നിലച്ച പോലെ തോന്നി. ആൾക്ക് ഇനി തന്റെ വികാരങ്ങൾ ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അവൾ പതുക്കെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അതെ, നിങ്ങൾ വിചാരിക്കുന്ന തന്നെയാ. നന്ദന ഉറച്ച ശബ്ദത്തിൽ എന്നാൽ ഇടറിയ വികാരങ്ങളോടെ പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ട് രക്തത്തിൽ കുളിച്ചിവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു കലിപ്പൻ IPS ഓഫീസറോട് എനിക്ക് തോന്നിയത് കടുത്ത ദേഷ്യമായിരുന്നു. എപ്പോഴും ആളുകളെ ഭയപ്പെടുത്തി നിർത്തുന്ന നിങ്ങളുടെ അഹങ്കാരം തകർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഋഷി ഒരു ചെറു ചിരിയോട് അവൾ പറയുന്നത് കേട്ടിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കഠിനമായ കവചത്തിനുള്ളിൽ ആരും കാണാത്തൊരു നല്ല മനുഷ്യനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നോട് ദേഷ്യപ്പെടുമ്പോഴും നിങ്ങളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ആത്മാർത്ഥത ഞാൻ കണ്ടു. എന്നെ അറിയാതെ തന്നെ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിയായിരുന്നു ഋഷിദേവ്. അതെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും. ആ തുറന്നു പറച്ചിൽ മുറിയിൽ വലിയൊരു മൗനത്തെ സൃഷ്ടിച്ചു. ഋഷിയുടെ മനസ്സിൽ വലിയൊരു സന്തോഷ തരംഗം അലയടിച്ചു ഉയർന്നു. താൻ ആഗ്രഹിച്ച വാക്കുകൾ ആളിൽ നിന്ന് കേട്ട നിമിഷം അവനോടെ കൈകൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്റെ ഈ കലിപ്പും ദേഷ്യവും സഹിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ നന്ദന. ഋഷി പ്രണയത്തോടെ പറഞ്ഞു. സിറ്റിയിലെ എല്ലാവരെയും സംരക്ഷിക്കുന്ന പോലീസുകാരനാണ് ഞാൻ. പക്ഷേ എനിക്കൊരു സംരക്ഷണം വേണം തോന്നുമ്പോൾ, എൻ്റെ മനസ്സിന് ശാന്തി വേണം തോന്നുമ്പോൾ അത് നിന്റെ അരികിൽ മാത്രമേ കിട്ടൂ. നന്ദനയുടെ ചുണ്ടുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീരും പുഞ്ചിരി ഒരുമിച്ച് തെളിഞ്ഞു. ആളതിന്റെ തോളിലേക്ക് പതുക്കെ തലയായിച്ചു. ഋഷി അവളുടെ മുടിയിഴകളിൽ തലോടി. ശത്രുക്കളായി തുടങ്ങി എന്നും വഴക്കിട്ട് വളർന്ന ആ ബന്ധം ഒടുവിൽ പരസ്പരം വിട്ടുകൊടുക്കാൻ കഴിയാത്തത്ര തീവ്രമായ പ്രണയമായി മാറി. കോഴിക്കോട് സിറ്റിയെ ഭരിച്ചിരുന്ന കലിപ്പൻ ACP ഋഷിദേവും അവനെ കീഴടക്കിയ ഡോക്ടർ നന്ദനയും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് ഒന്നിച്ച് കാലെടുത്ത് വെക്കുകയായിരുന്നു അവിടെ. പ്രണയത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾക്ക് ശേഷം ഋഷിദേവിന് ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസം വന്നെത്തി. ദിവസങ്ങളായി ആശുപത്രിയിൽ അടച്ചിട്ട റൂമിൽ കഴിഞ്ഞിരുന്ന അവൻ ഇന്ന് തിരികെ തന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ തന്നെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറും ഔദ്യോഗിക വാഹനങ്ങളും ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ സജ്ജമായിരുന്നു. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കടുത്ത കാക്കി യൂണിഫോം ധരിച്ച് ഋഷിദേവ് കണ്ണാടിക്കുമ്പിൽ നിലയുറപ്പിച്ചു. തോളിൽ IPS ബാഡ്ജുകളും നെഞ്ചിലും മെഡലുകളും വെട്ടിത്തിളങ്ങി. അവൻ വീണ്ടും സിറ്റിയുടെ കലിപ്പനായ ACP ഋഷിദേവായി മാറിയിരുന്നു. എങ്കിലും അവന്റെ കണ്ണുകളിൽ പഴയ രൂക്ഷതയ്ക്ക് പകരം ഒരു പ്രത്യേക ശാന്തതയും സ്നേഹവും നിറഞ്ഞിരുന്നു. ബാഗുകളെല്ലാം പോലീസുകാർ ജീപ്പിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഋഷി നേരെ നടന്ന് ഡോക്ടർ നന്ദനയുടെ ക്യാബിനിലേക്കായിരുന്നു. നന്ദന തന്റെ ടേബിളിൽ ഇരുന്ന് അടുത്ത പേഷ്യന്റിന്റെ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിലാരോ പതുക്കെ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ തലയുയർത്തി നോക്കി. തിളങ്ങുന്ന യൂണിഫോമിൽ തോളിൽ തൊപ്പിയുമായി ഗൗരവത്തിൽ നിൽക്കുന്ന ഋഷിയെ കണ്ടതും ആളുടെ മുഖത്ത് അറിയാതൊരു പുഞ്ചിരി വിടുന്നു. മേ ഐ കം ഇൻ ഡോക്ടർ? ഋഷി തമാശയോടെ ചോദിച്ചു. ഓ, സാറ് കമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് അനുവാദം ചോദിച്ചു വരുന്ന ആദ്യമായിട്ടാണല്ലോ. നന്ദന തമാശയായി തിരിച്ചു പറഞ്ഞു. ഋഷി പതുക്കെ അകത്തേക്ക് കടന്നു വന്നു. ആദ്യം തന്നെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചുവന്ന റോസാ പൂക്കളടങ്ങിയ മനോഹരമായ ഒരു പൂച്ചെണ്ട് ആളുടെ ടേബിളിൽ വെച്ചു. നന്ദന അത്ഭുതത്തോടെ അവനെ ആ പൂച്ചെണ്ടിനെയും മാറി മാറി നോക്കി. ഇതൊക്കെ എപ്പോഴാണ് ACP സർ വാങ്ങിയത്? നന്ദന കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. സിറ്റിയിലെ ഏറ്റവും വലിയ കലിപ്പൻ ഓഫീസറെ കീഴടക്കിയ ആൾക്ക് ഇതെങ്കിലും തന്നില്ലെങ്കിൽ മോശമല്ലേ? ഋഷി നന്ദനയുടെ അരിയിലേക്ക് അടുത്തിരുന്ന ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ ആശുപത്രി വിടുകയാണ് നന്ദന. നന്ദന മുഖത്ത് ചെറിയൊരു സങ്കടം നിഴലിച്ചു. ദിവസങ്ങളായി തനിക്ക് ചുറ്റുമുണ്ടായ എന്നും വഴക്കിടുകയും പിന്നീട് സ്നേഹിക്കുകയും ചെയ്ത ആ മനുഷ്യൻ പോവുകയാണെന്ന ചിന്ത അവളെ അല്പം വിഷമിപ്പിച്ചു. എനിക്കറിയാം നിങ്ങളുടെ ലോകം പുറത്താണ്. കുറ്റവാളികളെ പിടിക്കാനും നാടിന് സംരക്ഷണം നൽകാനും നിങ്ങൾക്ക് പോവേണ്ടതുണ്ട്. നന്ദന പതുക്കെ പറഞ്ഞു. ഋഷി അവളുടെ കൈകൾ മേലെ കോർത്തി പിടിച്ചു. പുറത്ത് ഞാൻ എത്ര വലിയ ഓഫീസറായിരുന്നാലും ഈ ഹൃദയത്തിന്റെ കൺട്രോളും ഇനി മുതൽ നിന്റെ കയ്യിലാണ്. എൻ്റെ ജീവന്റെ ചാർജ് ഡോക്ടർ നന്ദനയ്ക്ക് ഞാൻ കൈമാറിയിരിക്കുന്നു. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. ആൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇനി അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയോ കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുകയോ ചെയ്താൽ ഞാൻ വീണ്ടും ഇഞ്ചക്ഷനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരും. ഓർമ്മയിരുന്നാൽ നല്ലത്. അങ്ങനെ ഒരു ഡോക്ടർ സ്റ്റേഷനിൽ വരുന്നത് എൻ്റെ ഭാഗ്യമായിരിക്കും. ഋഷി കണ്ണിറുക്കി ചിരിച്ചു. ആൾ നന്ദനയോട് യാത്ര പറഞ്ഞ് ക്യാബിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പോലീസുകാരും ആശുപത്രി ജീവനക്കാരും സെല്യൂട്ടി നൽകി നിൽക്കുമ്പോൾ ഋഷിദേവ് തന്റെ ജീപ്പിലേക്ക് കയറി. ജീപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾ ജാലകത്തിലൂടെ നോക്കി നിൽക്കുന്നവൻ കണ്ടു. ശത്രുതയോടെ തുടങ്ങി കൊച്ചു കൊച്ചു വഴക്കുകളിലൂടെ വളർന്ന് കഠിനമായ കലിപ്പിന് പിന്നിലെ സ്നേഹം തിരിച്ചറിഞ്ഞ് IPS ഓഫീസറുടെയും ഡോക്ടറുടെയും തീവ്ര പ്രണയകഥ അവിടെ പുതിയൊരു വസന്തത്തിന് തുടക്കമിടുകയായിരുന്നു. ഇനി അവരവരുടെ സ്വപ്നങ്ങളിലേക്കും പ്രണയത്തിലേക്കും ഒരുമിച്ച് നടക്കട്ടെ അല്ലേ?